ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, MD&CEO ഓഫ് ഷെയർവെൽത്ത് സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റും കൂടിയാണ്. ഈ ഓഡിയോയ്ക്ക് ശേഷം ഡിസ്ക്ലെയിമർ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഈസ്റ്റർ ഹോളിഡേക്ക് ശേഷം നമ്മളിന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ എന്തൊക്കെയാണ് US മാർക്കറ്റ്, യൂറോപ്യൻ മാർക്കറ്റ് ക്ലോസ് ചെയ്തത് ഏത് ലെവലിലാണ്, അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച ഓപ്പൺ ചെയ്തിരുന്ന മറ്റു മാർക്കറ്റുകൾ എങ്ങനെയാണ് ക്ലോസ് ചെയ്തിരുന്നതെന്ന് നോക്കാം. അമേരിക്കൻ മാർക്കറ്റ് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിട്ടാണ് വ്യാഴാഴ്ച ക്ലോസ് ചെയ്തത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം പൊതുവെ എംപ്ലോയ്മെൻറ്റ് ഡാറ്റ വെള്ളിയാഴ്ച പുറത്തു വരാനുണ്ടായിരുന്നു. അതിന് മുമ്പുള്ളൊരു കോഷ്യസ് സ്റ്റാൻസ് തന്നെയായിരുന്നു അമേരിക്കൻ മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഡൗ ജോൺസും S&P 500 അതുപോലെ തന്നെ നാസ്ഡാക്കൊക്കെ സ്ലൈറ്റ്ലി ബെറ്ററായിട്ട് മാത്രമാണ് വ്യാഴാഴ്ച ക്ലോസ് ചെയ്തത്. യൂറോപ്യൻ മാർക്കറ്റുകളും വ്യാഴാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ള സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടായിരുന്നു. ഇനി വെള്ളിയാഴ്ച ഓപ്പൺ ചെയ്തിരുന്ന മാർക്കറ്റുകൾ ജപ്പാൻ, ചൈന, തൈവാൻ, കൊറിയ, തായ്ലൻഡ്, ടർക്കി, ഈ മാർക്കറ്റുകളെല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. അമേരിക്കയിൽ വെള്ളിയാഴ്ച അൺഎംപ്ലോയ്മെൻറ്റ് ഡാറ്റ വന്നിരുന്നു. സ്ലൈറ്റ്ലി എബവ് എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. 3.5% കഴിഞ്ഞ മാസം ഇത് 3.6% ആയിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അത് ചെറുതായിട്ടൊരു ഡിസപ്പോയിൻമെൻറ്റ് അമേരിക്കൻ മാർക്കറ്റിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം US ഫെഡറൽ റിസർവ് മെയ് 2-3 തീയതികളിൽ ചേരുന്ന യോഗത്തിൽ ഒരു പക്ഷേ 0.25% റേറ്റ് ഹൈക്ക് കൊണ്ടുവരും എന്നുള്ളൊരു ഭീതിയുണ്ട്. പക്ഷേ ഇതിന് എല്ലാം ബേസ് ആയിരിക്കുന്നത് കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റയാണ്. ഏപ്രിൽ 12 മറ്റന്നാൾ അമേരിക്കയിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വരികയാണ്. ആ ഡാറ്റ ബിലോ എക്സ്പെക്റ്റേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് മാർക്കറ്റിന് പോസിറ്റീവ് ആവാം. അപ്പോൾ US ഫെഡറൽ റിസർവ് വലിയ രീതിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് കൊണ്ടുവരില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇത് തന്നെയാണ് ഇപ്പോഴത്തെ എക്സ്പെക്റ്റേഷൻ ഉള്ളത്. അതോടൊപ്പം തന്നെ നാളെ ചൈനയുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റയും അതുപോലെ തന്നെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റയൊക്കെ വരുന്നുണ്ട്. ഒപ്പം ഇന്ത്യയുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ അതുപോലെ തന്നെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റയൊക്കെ ഈ ആഴ്ചയിൽ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഗ്ലോബൽ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ റേറ്റ് ഹൈക്ക് വറീസ് ഓൾമോസ്റ്റ് ഓവറാണ് ഗ്ലോബൽ കൺട്രികളിൽ എന്നാണ് പറയപ്പെടുന്നത്. കാരണം ഇനി ഇൻഫ്ലേഷൻ വലിയ രീതിയിൽ മുന്നേറാൻ ചാൻസസ് ഇല്ല. അതുകൊണ്ട് എല്ലാവരും ഒരു പക്ഷേ എക്കണോമീനെ പ്രോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റേറ്റ് കട്ടുകൾ കൊണ്ടുവരുന്നൊക്കെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് പോസിറ്റീവ് ന്യൂസാണ് മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. ഇനി അമേരിക്കൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇപ്പോഴത്തെ ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ഏപ്രിൽ 5 അവസാനിച്ചിട്ടുള്ള ആഴ്ചയിൽ ആഴ്ച വരെ $5.25 ട്രില്യൺ ആണ് അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സ് മണി മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. റെക്കോർഡാണ്. ഇപ്പോഴും ആൾക്കാർക്ക് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് മാർക്കറ്റിൽ ഒരു ട്രസ്റ്റ് വന്നിട്ടില്ല. അതുകൊണ്ട് വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് ക്യാഷ് കമ്പോണൻറ്റിൽ നടത്തിയിരിക്കുന്നത്, എസ്പെഷ്യലി മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റിൽ നടക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു പോസിറ്റീവ് ന്യൂസും കൂടി തന്നെയാണ് മാർക്കറ്റിനെ സംബന്ധിച്ച്. കാരണം വലിയ രീതിയിലുള്ള പോസിറ്റീവ് ന്യൂസ് ഫ്ലോസും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ഒന്നും കൂട്ടാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫണ്ട് ഫ്ലോ ഇക്വിറ്റി മാർക്കറ്റിലേക്ക് വന്നേക്കാം. അതുകൊണ്ട് നമ്മൾ ഒരു പോസിറ്റീവ് മൊമെൻ്റാണ് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ച് മറ്റ് ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ കമോഡിറ്റി നോക്കുകയാണെങ്കിൽ ഗോൾഡ് വ്യാഴം വെള്ളിയൊക്കെ വ്യാഴാഴ്ച ക്ലോസ് ചെയ്ത് $223.9 പെർ ഔൺസിനാണ്. സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $208 പെർ ഔൺസിനാണ്. ബ്രന്റ് ക്രൂഡ് ഓയിൽ ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്, $85 പെർ ബാരലിനാണ്. മറ്റു മെറ്റൽസ് എല്ലാം തന്നെ ഇന്ന് മോർണിംഗിൽ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി ചൈനയുടെ ഗോൾഡ് പർച്ചേസ് നോക്കുകയാണെങ്കിൽ ചൈന മാർച്ചിലും 18 ടൺ ഗോൾഡ് വാങ്ങി എന്നാണ് പറയുന്നത്. ചൈനയുടെ ഇപ്പോൾ ടോട്ടൽ ഒഫീഷ്യൽ ഗോൾഡ് ഹോൾഡിങ്സ് അവർ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് 2068 ടണ്ണാണ്. തീർച്ചയായിട്ടും ഇതൊരു പോസിറ്റീവ് ന്യൂസാണ് ഗോൾഡിനെ സംബന്ധിച്ച്. കാരണം റഷ്യ പോലുള്ള കൺട്രികൾ, തുർക്കി, ഇത്തരത്തിലുള്ള കമ്പനികളൊക്കെ വലിയ രീതിയിൽ ഗോൾഡ് വാങ്ങിക്കിട്ടുന്നു, സെൻട്രൽ ബാങ്കുകൾ ഗോൾഡ് വാങ്ങിക്കിട്ടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഗോൾഡിനെ സംബന്ധിച്ച് ഈ വർഷം നമ്മൾ മുമ്പ് പ്രഡിക്റ്റ് ചെയ്ത പോലെ തന്നെ പുതിയ ഓൾ ടൈം ഹൈയിൽ പോകാനുള്ള ചാൻസസ് തന്നെയാണ് കാണുന്നത്. ഒപ്പം ക്യാപിറ്റൽ മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള ആക്ടിവിറ്റീസ് വരുമ്പോൾ ഒരു പക്ഷേ കൂടുതൽ ഫണ്ട് ഫ്ലോ ഇക്വിറ്റി മാർക്കറ്റിലേക്ക് വന്നേക്കാം. പക്ഷേ ഓവറോൾ ഗോൾഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പോസിറ്റീവാണ്. ഇനി നമ്മളെ സംബന്ധിച്ച് RBIയുടെ റേറ്റ് ഡിസിഷൻ 6-ാം തീയതി വന്നിരുന്നു. RBI റേറ്റ് ഹൈക്ക് ചെയ്തിട്ടില്ല. അതും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ മറ്റ് ഡാറ്റകളൊക്കെ വരുന്നത് വളരെ പോസിറ്റീവാണ്. മുദ്രാ ലോൺ ഡിസ്ട്രിബ്യൂഷൻ ഇതുവരെ മാർച്ച് 24-ാം തീയതി വരെ 23.2 ലക്ഷം കോടിയാണ് ഡിസ്ബേഴ്സ് ചെയ്തിരിക്കുന്നത്. അത് 40.8
8.2 ബെനിഫിഷ്യറീസിനാണ്. അതും പോസിറ്റീവ് ന്യൂസാണ്. അപ്പോൾ എക്കണോമിക് ന്യൂസുകളെല്ലാം പോസിറ്റീവാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ് പുതിയ ഗ്യാസ് പോളിസി, പ്രൈസിങ് പോളിസി അനൗൺസ് ചെയ്തിരുന്നു. ഇതിൻ്റെ മേജർ ബെനിഫിഷ്യറി പബ്ലിക് തന്നെയാണ്. ഡൊമസ്റ്റിക് ക്രൂഡ് പ്രൈസായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഗ്യാസ് പോളിസി വന്നിരിക്കുന്നതാണ്. ഇത് ഇന്ത്യയിലെ IGL, MGL, അതുപോലെ തന്നെ ഗെയിൽ, ഗുജറാത്ത് ഗ്യാസ്, ഈ കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഇതിൽ ഏറ്റവും ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ഗുജറാത്ത് ഗ്യാസാണ്, അതുപോലെ തന്നെ ഗെയിലുമാണ്. അപ്പോൾ ഈ രണ്ട് സ്റ്റോക്കുകളും നല്ല രീതിയിൽ മുന്നേറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകളൊക്കെ നോക്കുകയാണെങ്കിൽ, റെയിൽവേ 2018 ജനറൽ പർപ്പസ് വാഗൻ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. പ്രൈവറ്റ് കമ്പനികൾക്ക് അവരുടെ ആവശ്യത്തിനുള്ള ഗുഡ്സ് വാഗൻസ് ഓടിക്കാനുള്ള ഒരു ഡിസിഷനായിരുന്നു. ടാറ്റ സ്റ്റീൽ, അതുപോലെ തന്നെ JSPയിൽ JSW ഗ്രൂപ്പൊക്കെ ഇത്തരത്തിലുള്ള ട്രെയിനുകൾ ഓടിക്കുന്നുണ്ട്. അപ്പോൾ അത് വലിയ കൺജഷൻസ് ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് 2 വർഷത്തേക്ക് പുതിയ വാഗൻസ് ഒന്നും ഈ കമ്പനികളിൽ നിന്ന് പ്രൈവറ്റ് കമ്പനികളിൽ നിന്ന് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ വാഗൻ മാനുഫാക്ചറിങ് കമ്പനികളെ സംബന്ധിച്ച് സ്ലൈറ്റ്ലി നെഗറ്റീവ് ന്യൂസാണ്. അതായത് ഗുഡ്സ് വാഗൺസ് ഉണ്ടാക്കുന്ന കമ്പനികളെ സംബന്ധിച്ച്. ഇനി ഷുഗറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഗ്ലോബൽ മാർക്കറ്റിൽ ഷുഗർ 6.5 കൊല്ലത്തെ ഹൈയിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. കാരണം ഇന്ത്യയിലത്തെ പ്രൊഡക്ഷൻ ഡ്രോപ്പാണ്. ഇന്ത്യയിൽ ഈ സീസണിൽ, അതായത് ഈ സീസൺ ആരംഭിക്കുന്ന ഒക്ടോബർ 2022 തൊട്ട് സെപ്റ്റംബർ 2023 വരെയാണ്. 33 മില്യൺ ടൺസിന് താഴെയാണ് പ്രൊഡക്ഷൻ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു കണക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എക്സ്പെക്റ്റ് ചെയ്തേക്കാളും കുറച്ച് കുറവാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ എക്സ്പോർട്ട് കോട്ട കൂട്ടാൻ ചാൻസസ് ഇല്ല. 6 മില്യൺ ടണ്ണിലാണ് ഇപ്പോൾ കൺട്രോൾ ഉള്ളത്. അപ്പോൾ 6 മില്യൺ ടണ്ണിൽ മേലെ കൂട്ടാൻ ചാൻസസ് ഇല്ല. ഒപ്പം ബ്രസീലിലൊക്കെ ക്രോപ്പ് ഡാമേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഷുഗറിനെ സംബന്ധിച്ച്, ഷുഗർ കമ്പനികളെ സംബന്ധിച്ച് പ്രൈസ് കൂടാനുള്ള ചാൻസാണ്. അപ്പോൾ ഷുഗർ ഷെയർസൊക്കെ ഒരു പോസിറ്റീവ് ടെറിട്ടറിയിൽ നിന്ന് ട്രേഡ് ചെയ്യാനുള്ള ചാൻസസും ഉണ്ട്. ഇനി മറ്റു ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ, ടാറ്റ മോട്ടോഴ്സ് Q4 സെയിൽസിൻ്റെ ഡീറ്റെയിൽസ് വിട്ടിട്ടുണ്ട്. വളരെ എക്സലൻ്റ് ആണ്. JLR സെയിൽസും വളരെ എക്സലൻ്റ് ആണ്. JLRൻ്റെ പെൻഡിങ് ഓർഡറിൽ 2 ലക്ഷം വണ്ടികളുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഡിസംബർ ക്വാർട്ടറിൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഡെറ്റ് റിഡക്ഷനും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ് ടാറ്റ മോട്ടറിനെ സംബന്ധിച്ച്. L&T ലോവസ്റ്റ് ബിഡർ ആയിരിക്കുകയാണ്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ റീസ്ട്രക്ചറിങ് ആണ് വരുന്നത്. അത് റിനോവേഷനൊക്കെയാണ് വരുന്നത്. 8,740 കോടി രൂപയുടെ ഓർഡറാണ് വരുന്നത്. ഇതിൽ ഷപ്പൂർജി പെല്ലോൺജി ഗ്രൂപ്പും അതുപോലെ തന്നെ L&Tയും കൂടി ഉള്ളൊരു കമ്പൈൻഡ് ബിഡിംഗ് ആണ്. തീർച്ചയായിട്ടും L&Tനെ സംബന്ധിച്ചത് പോസിറ്റീവ് ന്യൂസാണ്. RK ഫോർജിങ്സ് ടിറ്റഗ്ര വാഗൺസിന് റെയിൽവേയുടെ ഫോർജ്ഡ് വീലിൻ്റെ ഓർഡർ കിട്ടിയിരിക്കുകയാണ്. 80,000 വീൽസ് പെർ ഇയർ ആണ്. അടുത്ത കുറേ കാലത്തിലേക്ക് ഇത് സപ്ലൈ ചെയ്യണം. തീർച്ചയായിട്ടും പോസിറ്റീവാണ്. 20 ഇയേഴ്സിൻ്റെ ഓർഡറാണ്. കുറേ കാലം എന്ന് പറയുന്നത് 20 ഇയർ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും RK ഫോർജിങ്, രാമകൃഷ്ണ ഫോർജിങ്ങിനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. കാരണം 12,265 കോടിയാണ് ഓർഡർ സൈസ് വരുന്നത്. ഇത് 20 ഇയറും കൂടിയാണ്. അപ്പോൾ ലോങ് ടൈം ഓർഡേഴ്സ് ആയി കഴിഞ്ഞു. RK ഫോർജിങ് വെൻഡേഴ്സ്, അതായത് ധാരാളം ഓട്ടോമൊബൈൽ കമ്പനികൾക്കും മറ്റ് കമ്പനികൾക്കും ധാരാളം പ്രൊഡക്റ്റ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. പോസിറ്റീവാണ്. ഇനി ഈ ആഴ്ചയിൽ നമുക്ക് റിസൾട്ടുകൾ വരുന്നുണ്ട്. Q4 റിസൾട്ടുകൾ വരുന്ന TCS, ഇൻഫി, ഡെൽറ്റ കോർപ്പ്, HDFC ബാങ്ക് ഒക്കെയാണ് മേജർ കമ്പനികൾ ഈ ആഴ്ച റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും HDFC ബാങ്ക് ആണ് ഇതിലൊരു പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു റിസൾട്ട് കാഴ്ചവെക്കാൻ ചാൻസസ് ഉള്ളത്. അതോടൊപ്പം തന്നെ ബാങ്കിങ് സ്റ്റോക്കുകൾ പൊതുവെ നല്ല റിസൾട്ടുകൾ കാഴ്ചവെക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും SBI, ബാങ്ക് ഓഫ് ബറോഡ, PNB, കനറ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, HDFC ബാങ്ക്, IDFC ഫസ്റ്റ് ബാങ്ക്, ICICI ബാങ്ക്, ഫെഡറൽ ബാങ്ക്, ഇതൊക്കെ നല്ല Q4 റിസൾട്ടാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സ്മോൾ ഫിനാൻസ് ബാങ്കുകളുണ്ട്. ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക്, ഇക്വിറ്റ സ്മോൾ ഫിനാൻസ് ബാങ്ക്, അതുപോലെ തന്നെ NBFCയിൽ ചോള മണ്ഡലം ഫിനാൻസ്, M&M ഫിനാൻസ്, ഇതൊക്കെ നല്ല റിസൾട്ടുകൾ കാഴ്ചവെക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ സ്റ്റോക്കുകളിൽ അപ്പോഴും മൊമെൻ്റ് ഉണ്ടാവാം. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇനിയും ധാരാളം ഓർഡേഴ്സ് കിട്ടുന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. ഒരു സീറോ ഡെറ്റ് കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. അപ്പോൾ ഇപ്പോഴത്തെ ലെവലിൽ മുന്നോട്ട് പോകാനുള്ള ചാൻസ് തന്നെയാണ് കൂടുതൽ കാണുന്നത്. അഡാനി പോർട്ടിൻ്റെയും Q4 സെയിൽസ് ഡാറ്റ വരുന്നുണ്ട്. അത് വളരെ പോസിറ്റീവാണ്. അഡാനി പോർട്ടിനെ സംബന്ധിച്ച് അവരുടെ ഗൈഡൻസ് ഒക്കെ എക്സീഡ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ അഡാനി പവർ ബംഗ്ലാദേശിലേക്കുള്ള പവർ സപ്ലൈ
ആരംഭിച്ചിട്ടുണ്ട്. ആ പവർ സപ്ലൈ ജാർഖണ്ഡിൽ നിന്നുള്ള ഒരു പവർ പ്ലാന്റിൽ നിന്നാണ് ആരംഭിച്ചിട്ടുള്ളത്. അഡാനി പവർ നോക്കുകയാണെങ്കിൽ 7 പവർ പ്ലാന്റുകളാണ് പല സംസ്ഥാനങ്ങളിലായിട്ട് അഡാനി പവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. പ്രൈവറ്റ് പവർ സെക്ടർ രംഗത്ത് ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അഡാനി പവറിനെ സംബന്ധിച്ച് സ്ലൈറ്റ്ലി പോസിറ്റീവ് ന്യൂസാണ്. റിലയൻസ് ഇൻഡസ്ട്രീസ് അമൂലിൻ്റെ പഴയ MD-നെ അവർ അഡ്വൈസറായിട്ട് അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം റിലയൻസ് ഫ്രോസൺ ഫുഡിലേക്ക് അതുപോലെ തന്നെ മിൽക്ക് റിലേറ്റഡ് പ്രോഡക്റ്റിലേക്കൊക്കെ കടക്കുകയാണ്. അതോടൊപ്പം തന്നെ അവരുടെ ബ്യൂട്ടി സെഗ്മെൻറ്റിലേക്കുള്ള എൻട്രിയും വളരെ പോസിറ്റീവാണ് റിലയൻസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസ്ലൊക്കെയാണ് ധാരാളം വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി റേറ്റ് ഹൈക്ക് RBI നടത്താത്ത കാരണം റേറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള സെക്ടേഴ്സ് ഉണ്ട്. റിയൽ എസ്റ്റേറ്റിൽ പ്രത്യേകിച്ച് DLF പോലുള്ള കമ്പനികൾ വലിയ രീതിയിൽ മുന്നേറാനുള്ള ചാൻസാണ്. അതുപോലെ തന്നെ ശോഭയുടെ Q4 റെക്കോർഡ് സെയിൽസാണ് ശോഭ അനൗൺസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ശോഭയും ഒരു പോസിറ്റീവ് ന്യൂസാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോളോ മൈക്രോസിസ്റ്റം സ്റ്റോക്ക് സ്പ്ലിറ്റ് റെക്കോർഡ് ഡേറ്റ് മെയ് 4 ഫിക്സ് ചെയ്തിട്ടുണ്ട്. 1:10 ആണ് ഇപ്പോഴത്തെ സ്റ്റോക്ക്. ₹1 ഫേസ് വാല്യൂ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഡിഫൻസ് സെക്ടറിലുള്ള നല്ല ഒരു കമ്പനിയാണ് അപ്പോളോ മൈക്രോസിസ്റ്റം. അതുപോലെ തന്നെ വർദ്ധമാൻ സ്പെഷ്യൽ സ്റ്റീൽ ബോർഡ് മീറ്റിംഗ് കൂടാണ് 12/4/2023. അതായത് മറ്റന്നാൾ ബോണസ് ഡിസിഷനാണ്. നമ്മുടെ റെക്കമെൻഡ് സ്റ്റോക്കും കൂടിയാണ്. നല്ല റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് ലഭിക്കാൻ ചാൻസസ് ഉള്ള ഒരു കമ്പനി തന്നെയാണ്. ഓവറോൾ ഇന്നത്തെ ന്യൂസ് ഫ്ലോസ് എല്ലാം പോസിറ്റീവാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ആഴ്ച വരുന്ന ഇൻഫ്ലേഷൻ ഡാറ്റ, അതുപോലെ തന്നെ വരാൻ പോകുന്ന Q4 ആനുവൽ റിസൾട്ടുകൾ, ബോണസ് അനൗൺസ്മെൻറ്റുകൾ, ഇതൊക്കെ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അപ്പോൾ നമുക്കൊരു ഒപ്റ്റിമിസം മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഇനി നമ്മളെ സംബന്ധിച്ച് മറ്റു ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ധാരാളം ന്യൂസ് ഫ്ലോസ് വീണ്ടും വരുന്നുണ്ട്. ഇപ്പോൾ അഡാനി വിൽമർ അവരുടെ ടേൺ ഓവർ കഴിഞ്ഞ വർഷം 55,000 കോടിക്ക് മേലെയാണ് പോയിരിക്കുന്നത്. വളരെ പോസിറ്റീവ് ന്യൂസാണ് അഡാനി വിൽമറിനെ സംബന്ധിച്ച്. പക്ഷേ അഡാനിയുടെ സെബി റിലേറ്റഡ് എൻക്വയറി നടക്കുന്ന കാരണമുള്ള ഒരു ചെറിയൊരു ഡിസപ്പോയിൻമെൻ്റ് ഉള്ളൂ. പക്ഷേ ഓവറോൾ സെൻറ്റിമെൻറ്റ് അഡാനി ഗ്രൂപ്പ് ഓഫ് ഷെയർസിൽ പോസിറ്റീവാണ്. പ്രത്യേകിച്ച് രാജീവ് ജെയിനിൻ്റെ കമൻറ്റിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് 5 വർഷത്തിനുള്ളിൽ ഡബിൾ ചെയ്യുന്നതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ന്യൂസാണ്. പ്രത്യേകിച്ച് അഡാനിയുടെ അണ്ടറിലുള്ള അഡാനി സിമെൻറ്റ്സ് ഗുജറാത്ത് അംബുജ സിമെൻറ്റും അതുപോലെ തന്നെ ACCയും തമ്മിൽ മെർജ് ചെയ്ത് അഡാനി സിമെൻറ്റായിട്ട് റീനെയിം ചെയ്യുന്നതാണ് പറയുന്നത്. ഇങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അഡാനി എൻ്റർപ്രൈസ് ഷെയർ ഹോൾഡേഴ്സിനും അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവാം. കാരണം പാസ്റ്റ് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ അഡാനി എൻ്റർപ്രൈസിൻ്റെ അണ്ടറിൽ നിന്ന എല്ലാ ഷെയറുകളും അതാത് പ്രപ്പോർഷൻ അനുസരിച്ച് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അഡാനി സിമെൻസിൻ്റെ ഷെയർസ് കൂടി ഡീമർജറിൽ അഡാനി എൻ്റർപ്രൈസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കിട്ടാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അഡാനിയെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ആണ്. പക്ഷേ നമുക്കൊരു കോൺക്രീറ്റ് ഡിസിഷൻ സെബി റിപ്പോർട്ട് വന്നതിന് ശേഷം എടുക്കാം. അപ്പോൾ ഓവറോൾ നമ്മളൊരു പോസിറ്റീവ് മൊമെൻറ്റും പോസിറ്റീവ് ഓപ്പണിങ്ങിനാണെന്ന് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാൻ. നിഫ്റ്റിയുടെ അടുത്ത മേജർ റെസിസ്റ്റൻസുകൾ വരുന്നത് 17,600, 650, 750, 17,800 ആണ്. വലിയ ഒപ്റ്റിമിസത്തിൽ മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും 18,000 വരെയൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് ഈ മാസം. അതുപോലെ തന്നെ സപ്പോർട്ട് ലെവൽ വരുന്നത് 17,350, 17,200 ലെവലിലാണ്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. മാർക്കറ്റിൽ ആകെ കൂടി ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ജിയോ പൊളിറ്റിക്കൽ ടെൻഷനാണ്. ഇപ്പോൾ ചൈന തൈവാനെ വളഞ്ഞിരിക്കുകയാണ്. 3 ദിവസത്തെ സൈനിക അഭ്യാസമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ന് അവസാനിക്കുന്നതാണ് പറയപ്പെടുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ജിയോ പൊളിറ്റിക്കൽ ഇവൻറ്റ്സ് ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഗ്ലോബൽ മാർക്കറ്റിൽ, ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാവാം. അല്ലാത്ത പക്ഷം മാർക്കറ്റ് നമ്മളൊരു പോസിറ്റീവ് മൊമെൻ്റാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് ട്രേഡ് ചെയ്യുക. നല്ല ഫണ്ടമെൻ്റൽസ് ഉള്ള സ്റ്റോക്കുകൾ മാർക്കറ്റിൽ ഒരു കറക്ഷൻ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ വാങ്ങി വെക്കുന്നതായിരിക്കും നല്ലൊരു ഡിസിഷൻ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.